ആ ഒരു 1 മന്ത് ഞാനും നവീനും ഒട്ടും ഫ്രീ ആയിരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ, ആഫ്റ്റർ 1 മന്ത് നമുക്കിത് പ്ലാൻ ചെയ്യാം. എന്നിട്ട് നീ നേരെ കളരിക്കലേക്ക് വാ. ഓ അതൊന്നും കുഴപ്പമില്ല. ഒരു 1 വീക്ക് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. അവരൊക്കെ എന്ത് പറയാനാ? കളരിക്കല് തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനല്ലേ. എന്താ കളരിക്കൽ കാര്യങ്ങളൊക്കെ? ഹാ അത് മമ്മി എന്റെ ഒരു ഫ്രണ്ടാ സറിയു. മമ്മി അവളെ കണ്ടിട്ടില്ല. സത്യത്തിൽ അവളെ ഒരു വട്ടി കേസാ. ഏത് നേരം നോക്കിയാലും ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് പഠനം എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടക്കാം. പിന്നെ അവളെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നാഗാരാധനയിലും. അതിന്റെ കാര്യം പറയാനാ അവള് പിന്നെ വിളിച്ചേ. എന്ത് കാര്യം? കളരിക്കല് നാഗാരാധനയും വെച്ചുപൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ പറ്റുമോ, അവിടെ തങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത് ഒരു 1 മന്ത് കഴിയട്ടെ എന്ന്. അപ്പോഴേക്കും ഈ പൂജ ഒന്ന് അവസാനിക്കുമല്ലോ. ഞാൻ കളരിക്കൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ അവളോട് ഈ സർപ്പബലിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അവൾക്ക് അതിലൊക്കെ നല്ല അറിവാ. ആ അവളുടെ ഒരു മുത്തശ്ശനുണ്ട്, ഒരു രാമപിഷാരടി. മുത്തശ്ശൻ വിറ്റ്നസ് ആയ ഒരു സർപ്പബലിയുടെ കാര്യം അവളെന്നോട് പറഞ്ഞു. കേക്കണോ മമ്മിക്ക്? പറയൂ. ഇപ്പൊ കളരിക്കൽ നടക്കുന്നില്ലേ, എക്സാക്ട്ലി അതുപോലത്തെ ഒരു സർപ്പബലി മുമ്പ് നടന്നിട്ടുണ്ട്. സർപ്പബലിയുടെ ദിവസം കളം വരച്ച് ഉള്ളവന്മാര് പാടിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു വലിയ സർപ്പം സർപ്പക്കളത്തിലേക്ക് എഴഞ്ഞു കയറി. എന്നിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ചുറ്റി വരിഞ്ഞു. അവളുടെ എല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞുന്നാ കാഴ്ചക്കാര് പറഞ്ഞ. എന്നിട്ട് സർപ്പ അവളുടെ നെറുകയിൽ കൊത്തി. അറ്റ് ദ സെയിം മൊമെന്റ് ആ കുട്ടി മരിച്ചു. കടും നീല നിറത്തിലായിരുന്നു ബോഡി കിടന്നിരുന്നേന്ന്. സർപ്പം ചുറ്റി വരുന്നത് കണ്ടപ്പോ തന്നെ എല്ലാവരും സ്ഥലം വിട്ടു. കുറച്ചു കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴേ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാ കാണുന്നേ.